കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഏത് തട്ടിന്റെ പരിപാടിയാണെങ്കിലും അതൊക്കെ ഒന്നിച്ചു ചേർക്കാനുള്ള വേദിയ. ഒരു പടി കൂടി കടന്ന് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ വായ്പ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ വരുമാനം ഉണ്ടാവണ്ടേ? ഇപ്പൊ കുടുംബശ്രീ വരുമാനദായക പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്, സ്ത്രീ ശാക്തീകരണത്തിൽ നിൽക്കുകയാണ്. നോക്കൂ, ലോകബാങ്ക് പറഞ്ഞതല്ല നമ്മൾ ചെയ്തത്, ഇന്ത്യ സർക്കാർ പറഞ്ഞതല്ല നമ്മൾ ചെയ്തത്. അതിന് ബദലായിട്ട് വ്യത്യസ്തമായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എന്റെ ചോദ്യം ഇനിയിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ്മാരോടാണ്. നമ്മുടെ പഞ്ചായത്തും അവരുടെ പഞ്ചായത്തുകളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ബദലാവുന്നത്? ജനകീയാസൂത്രണം നടപ്പിലായപ്പോഴാണ് നമ്മൾ ഗ്രാമസഭ വിളിക്കാൻ തുടങ്ങിയത്. എന്ന് പറയുമ്പോൾ ഓരോ വാർഡിലെയും പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതാത് പ്രദേശത്തെ അധികാര വികേന്ദ്രീകരണം താഴേത്തട്ടിലേക്ക് എങ്ങനെയാണോ ഗാന്ധിജി പറഞ്ഞത് അതേ രീതിയിൽ താഴേത്തട്ടിലേക്ക് കൊണ്ടുവന്ന് ആസൂത്രണം നന്നായി കൈകാര്യം ചെയ്ത് ചർച്ചകളിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ബാക്കി ഇന്ത്യയിലെല്ലാം പഞ്ചായത്തുകള് അധികാരം ഒന്നും വേണ്ടത്ര ഇല്ല, പോട്ടെ, മറ്റൊരു സർക്കാർ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പരമാവധി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനും ജനങ്ങളുടെ പങ്കാളിത്തം ഭരണത്തിനും വികസനത്തിനും കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാണ്. നമ്മുടെ കാഴ്ചപ്പാടതാ. നമ്മുടെ സംസ്ഥാന സർക്കാർ MLA ജയിച്ചു പോയിട്ടുണ്ട്, അവര് രാജേഷിനെ പോലെ മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അത് വെച്ചങ്ങ് ഭരിക്കും. അങ്ങനത്തെ ഒരു കുട്ടി സർക്കാരിനെ പഞ്ചായത്തിൽ താഴത്ത് കുണ്ടറയിൽ ഉണ്ടാക്കാനല്ല കേട്ടോ ജനകീയാസൂത്രണം. ഇത് സംസ്ഥാന സർക്കാരിന്റെ കുട്ടിപ്പതിപ്പ് അല്ലല്ല. സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് പോയി പങ്കെടുക്കാൻ പറ്റൂ, MLA അല്ലാതെ. MLA വഴിയേ പറ്റത്തുള്ളൂ. അല്ല, കേരളത്തിലെല്ലാം മുഴുവൻ പേർക്കും തിരുവനന്തപുരത്ത് പോയിട്ട് നേരിട്ട് ഭരിക്കാൻ പറ്റും. എന്നാൽ പഞ്ചായത്തിൽ അങ്ങനെയല്ല. ഗ്രാമസഭയിൽ പങ്കെടുക്കാം. ഗ്രാമസഭ മാത്രമല്ല, വികസന സെമിനാർ ഉണ്ട്, ഗുണഭോക്തൃ സമിതികളുണ്ട്, പേരന്റ് ടീച്ചർ അസോസിയേഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങള്. ജനങ്ങള് നേരിട്ട് വികസനത്തിലും ഭരണത്തിലും പങ്കാളികളാവണം. പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ അപ്പുറത്തേക്ക് പോണം. നമ്മുടെ സങ്കല്പത അതിനാണ്. അത് നമുക്ക് ശീലമില്ലാത്തൊരു ഏർപ്പാടാ അങ്ങനെ ചെയ്യാൻ. നമ്മള് പ്രായപൂർത്തിയായ കാലം മുതൽ നമ്മൾ ചെയ്യണ ഏക ഭരണ പരിപാടി വോട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ MLA നോക്കും. അതല്ല EMS പറഞ്ഞത്. നിങ്ങള് ഭരണത്തിൽ പങ്കാളിയാണോ, അതിന് എത്ര വേദി ഉണ്ടാക്കാൻ പറ്റുമോ വേദികൾ സൃഷ്ടിക്കും. കുടുംബശ്രീയും അതിന്റെ ഭരണത്തിൽ പങ്കാളിയാവുന്ന ഒരു രൂപമാണ്. അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് പോണില്ല. അത് കുറച്ച് കുറഞ്ഞു വരിക. EMSനോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, എന്റെ സഖാവേ, ഇത് ഇങ്ങനെ ഗ്രാമസഭ വികസന സെമിനാർ ഇങ്ങനെ കൂടി ആൾക്കാരും മടുക്കൂല കുറച്ച് കഴിയുമ്പോ? ഇപ്പൊ അങ്ങനെ ഒരു മടുപ്പ് വന്നിട്ടുണ്ട്, വരാനൊക്കെ ആയിട്ട്. യോഗത്തിനൊക്കെ വരുന്നില്ല, ഗ്രാമസഭയുടെ അജണ്ട മിനിറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങ് തീർക്കുകയാണ് കഥകള്. ഇപ്പൊ EMS പറഞ്ഞ് പങ്കാളിത്തം കുറയില്ല. എന്തുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങള് ഒറ്റപ്പെട്ട വ്യക്തികളല്ല, സംഘടനകളിലെ അംഗങ്ങളാണ്. അവര് കൃഷിക്കാരുടെ സംഘടനയിലെ അംഗമാണ്, തൊഴിലാളികളുടെ സംഘടന അംഗമാണ്, അവർ PKSൽ അംഗമാണ്, വനിതാ സംഘടനയിൽ അംഗമാണ്. ആ സംഘടനകള് ഇതിലൊക്കെ ഇടപെടണമെന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും മടുപ്പൂരില്ല. നിങ്ങൾ മാറിയാലും വേറെ ആൾക്കാർ വരും. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ബദൽ എന്ന് പറയുന്നത്.